ഹലോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ വീഡിയോ ചിലപ്പം പാർട്ട് 1 പാർട്ട് 2 പോലെ ആയിരിക്കും ഇടുന്നത്. കാരണം എൻ്റെ വീഡിയോ ചില പരിമിതികളുണ്ട്. എടുത്തു കഴിയുമ്പോഴത്തേനും സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് പാർട്ട് പോലെ ബാക്കി വരും. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ വർത്താനൊക്കെ പറയുന്നത് നേരം. ഞാൻ എന്തിനാണ് ചാനൽ തുടങ്ങിയത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് ഈ ചാനൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഓൺ ചെയ്യണം തോന്നിയത് എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ സമയത്തായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമായി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സമയം എന്താണെന്ന് ചുമ്മാ ഇരിക്കുന്നത്, വേറെ വർക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ജോലി അല്ല പഠിത്തമൊന്നും ഇല്ലാതിരുന്നൊരു സമയത്തായിരുന്നു. ചുമ്മാ നേരം പോക്കിന് വേണ്ടി തന്നെയാണ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്താ പറയുക, എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു. അപ്പം എനിക്ക് 11 വയസ്സുള്ളപ്പോൾ 2 കാലം തളർന്നു പോയായിരുന്നു. അതിനുശേഷം എനിക്ക് സ്കൂളിലാവട്ടെ ഒന്നിനും ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല. കാലിന് സ്വാധീനം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും പറ്റില്ല. കാലം മാത്രമല്ല, ഞാൻ ഫുള്ളായിട്ട് തളർന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡാൻസ് കളിക്കാനോ അതൊന്നും മുന്നോട്ട് കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു റീൽസ് ഒരു വോയിസ് എടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാനല്ലാണ്ട് എനിക്കതിൽ ഡാൻസ് കളിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ പാട്ട് പാടുക എന്നൊക്കെ ഉള്ളതെന്ന് പറയാം, അതൊക്കെ നമുക്ക് ജന്മന കിട്ടുന്ന കഴിവാണ്. ഇപ്പോൾ ഡാൻസൊക്കെ നമുക്ക് നോക്കി പഠിച്ചാലും പാട്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അതുപോലെ പടം വരയ്ക്കുന്നതും ഒക്കെ ഒരു കഴിവുകളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോഴാണ് റീൽസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതും പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാതെയും ഒക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വെറുതെ കുട്ടികളുടെ വീഡിയോസൊക്കെ റീലൊക്കെ ഇടാനൊക്കെ തുടങ്ങി. പിന്നെയാണ് എന്താ പറയുക, ഇനി എനിക്ക് സംസാരിക്കാനൊന്നും ആരും ഇല്ലാതെയൊക്കെ ആ ഒരു സമയത്താണ് ഇനി എന്തായാലും ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിൽ സംസാരിക്കാമെന്ന് കരുതിയത്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരെൻ്റെ സംസാരം കേൾക്കുന്നുണ്ട്. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. പിന്നെ സംസാരിക്കാൻ ആരും ഇല്ല എന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, അതായത് ഞാനും എന്താ പറയുക, എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി ഏകദേശം എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാണ്ട് മടുപ്പാണ്. അതുകൊണ്ട് കാരണം പറഞ്ഞാൽ പിന്നെയും പറയാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ കാണണമെങ്കിൽ, നമുക്ക് സംസാരിക്കണമെങ്കിലൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ വുമൺസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ കുറേ പേരൊക്കെ നാട്ടിലില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് നാട്ടിലില്ലാത്ത ആൾക്കാർ, അതുപോലെ തന്നെ എന്താ പറയുക, വേറെ ജില്ലകളിൽ പോയി പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതിൽ എൻ്റെ ഒരു നല്ല അടുത്തൊരു സുഹൃത്ത്, ഒരു കൂട്ടുകാരിയായിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പം പുള്ളിക്കാരത്തി കോൾ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്തപ്പം എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ വല്ലാത്തൊരു എന്താ പറയുക വിഷമത്തിലാണ്, എൻ്റെ എക്സാം ആയിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാര്യം. അതെന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയുന്നില്ല, എക്സാമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിപ്രഷനിലൊക്കെയാണ്, എനിക്ക് സംസാരിക്കാനും കാണാനൊക്കെ ഉള്ളൊരു മൂഡില്ല, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതേ കൂട്ടുകാരി ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു, ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് പോയതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നലെ എന്നോട് സംസാരിക്കാൻ മൂടില്ല എന്ന് പറഞ്ഞ ആളാണല്ലോ, അല്ലെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ആളാണല്ലോ എന്ന്. അതിനുശേഷം ഞാൻ അങ്ങനെ പിണങ്ങുകയോ ഒന്നും ചെയ്തില്ല, സംസാരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഇങ്ങോട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി വിളിച്ചുമില്ല, സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു, എൻ്റെ ബ്രദറിൻ്റെ കല്യാണം വിളിക്കാനായിട്ട്. അപ്പോൾ കല്യാണം വിളിക്കാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ എങ്ങോട്ടാ, ഓക്കെ അടി എന്നും പറഞ്ഞ് വെച്ചു. വരാമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിനുശേഷം പുള്ളിക്കാരത്തി വന്നൊന്നുമില്ല. പിന്നെ കുറച്ച് ഇപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി. അതായത് നമ്മൾ എന്താ പറയുക, അതിനകത്ത് ഞാൻ വേറൊന്നുമില്ല. ഇന്നും പക്ഷേ എൻ്റെ ആ കൂട്ടുകാരി എന്നോട് ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും. കാരണം എനിക്കങ്ങനെ ഒരു പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്, എന്താ എന്നോട് അങ്ങനെ കാണിച്ചതെന്നുള്ളൊരിത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുക,
ഒരാൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഇതാണെങ്കിൽ പൊതുവേ എല്ലായിടത്തും അങ്ങനെ വേണം. എന്നോട് മാത്രം അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്നെ എന്താ പറയുക ഒഴിവാക്കുന്ന ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തുകയേ ചെയ്തിട്ടില്ല. ഞാൻ നമ്പർ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഫോണിൽ എൻ്റെ ഒരു കോണ്ടാക്ട്സിൽ ഇല്ല. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോട്ടോസൊക്കെ ഞങ്ങൾ രണ്ടുപേരും കാണാറുണ്ട്, രണ്ടുപേരുടെയും കാണാറുണ്ട്, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു പിണക്കമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്തും പറഞ്ഞിരുന്നു ഈ സെയിം ഡയലോഗ്. അങ്ങനെ 2 പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും എന്താ പറയുക നമ്പറൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം എല്ലാവരും ഓരോ സാഹചര്യത്തിലായിരിക്കുമല്ലോ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത നമ്പർ വീണ്ടും സേവ് ചെയ്യേണ്ട എന്നാ തോന്നൽ, വിളിച്ചിട്ട് സേവ് ചെയ്യുമെന്ന് കരുതി. പിന്നെ ബാക്കിയുള്ള 2 സുഹൃത്തുക്കളുമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ നമ്പറൊന്നും കളഞ്ഞിട്ടില്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു എന്താ പറയുക ഇഷ്ടങ്ങളും ന്യായങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞ വുമൺസ് കോളേജിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക അങ്ങനെ ആരുമില്ലായെങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ചുമ്മാ കേട്ടിരിക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇങ്ങനെ കൂടിക്കൂടി വരുന്നപ്പം അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ഞാൻ റീലൊക്കെ ചെയ്ത സമയത്ത് നമ്മളൊക്കെ റീൽ ചെയ്യുമ്പം അത് കാണാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യില്ല. അപ്പം എനിക്കറിയാവുന്ന 50 പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ 19 പേരാണ് എനിക്ക് അന്ന് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പം അതിനുശേഷം ഞാൻ ചെയ്യുന്ന വീഡിയോസ് കേൾക്കാനും കാണാനുമായിട്ടാണ് ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ വ്യൂസും കൂടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നേരിട്ട് അറിയാവുന്നവരെക്കാളും നമ്മൾ പറയുന്നത് കേൾക്കുന്നതും ഒക്കെ വേറെ ആൾക്കാരാണല്ലോ, ഉള്ളത് മതി എന്നുള്ളൊരു മൈൻഡിലേക്ക് മാറി. പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാം, അതൊന്നും നന്നാക്കി ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അങ്ങനെയുള്ള ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് സംസാരിക്കണം തോന്നുമ്പോൾ ഞാനൊരു വീഡിയോസ് എടുക്കും, അപ്ലോഡ് ചെയ്യും, അത്രയൊക്കെ. അതിൽ കൂടുതൽ ഇത് പുരോഗമിച്ചെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ വേറെ റീൽസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ന്യൂസിനകത്ത് കാണുന്ന ഓരോരോ ഇത് കണ്ടിട്ട് തന്നെ നമ്മുടെ തല മരച്ചിരിക്കുകയാണ്. അതുപോലെ ഞാനിപ്പോൾ റീൽസ് ആണെങ്കിലും ഒക്കെ കാണിച്ച് കുറഞ്ഞു. കാരണം എല്ലാം ഒരുമാതിരി റിപ്പീറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തോന്നിയത് മിക്ക അമ്മമാർക്കും ഈ ഹൗസ് വൈഫായിട്ടുള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ കുക്കിംഗ് എന്ന് പറയുന്ന കുറച്ച് എന്താ പറയുക രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം പുതിയ എന്താ പറയുക കിച്ചണ് ഒക്കെ നന്നാക്കിയിട്ട് അവർ പുതിയ ഫുഡൊക്കെ പരീക്ഷിക്കുക, അതൊക്കെ ഷെയർ ചെയ്യുക, അതപ്പോൾ അവരതിലേക്ക് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ നല്ല വീഡിയോസായിട്ട് അതെല്ലാം ഞാനിപ്പോഴും കാണുന്നൊക്കെയുണ്ട്. അല്ലാത്തതൊക്കെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെന്താണ്, ഞാൻ എന്തൊക്കെയോ പറയണമെന്നൊക്കെ കരുതി വന്നതാണല്ല, മറന്നുപോയി, ഇന്ന് ഓർമ്മയിലിട്ട് വരുന്നില്ല. ഇന്നത്തെ ഇന്നലെ രാത്രി തീരെ ഉറങ്ങാൻ പറ്റില്ല. ഹയറും ഹൈന്നല്ല അലമ്പായിരുന്നു. അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉറങ്ങിയ അവസ്ഥയാണ്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതലിപ്പോൾ കേട്ട് വന്നൊരു കാര്യമായിരുന്നു സ്ത്രീധന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നും അതുപോലെ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുറേ പേര് ഇപ്പോൾ രജിസ്റ്റർ മാരേജ് നടത്തുന്നു. സത്യം പറഞ്ഞാൽ സ്ത്രീധനം എന്നുള്ള സംഭവമേ വേണ്ടാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ഒരുപാട് ആളെ വിളിച്ച് കൂട്ടി കല്യാണമൊക്കെ നടത്തി വിട്ടാലും കുറച്ച് കഴിയുമ്പം അവർക്ക് സെപ്പറേറ്റ് ആണെന്ന് തോന്നുമ്പോൾ സെപ്പറേറ്റ് ആണെന്നും നമ്മൾ കല്യാണം കൂടിയവരെയും കല്യാണം നടത്താൻ മുന്നേ നിന്നവരെയും എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം കഴിക്കുന്ന വ്യക്തികൾ 2 പേരും ചേർന്നിട്ട് അവരുടെ കല്യാണ ചിലവൊക്കെ എടുത്ത് അതിനുള്ളൊരു പ്രാപ്തിയായിട്ടുള്ള കല്യാണം മതി. എന്തായാലും ഇപ്പം 2 വ്യക്തികളും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എല്ലാവർക്കും ആ ഒരു തലത്തിലേക്കുള്ള വിദ്യാഭ്യാസം പേരൻസ് കൊടുക്കണം. അപ്പം എന്തായാലും കൊടുക്കും, എല്ലാ പേരൻസും അത് കൊടുക്കും. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പേരൻസ് അത് കൊടുക്കും. അത് കഴിയുമ്പോൾ
അവരുടെ എന്താ പറയുക, ഞാൻ ഇപ്പോൾ പറയാം, ഒരു മോളെ ഞങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു മോനെ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ കല്യാണം കാണാൻ ഭയങ്കര ആഗ്രഹമാണ്, കൊതിയാണ്, ഇഷ്ടമാണ്, ഇങ്ങനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ സമ്പാദിച്ചത് മുഴുവൻ അതിലേക്ക് ചിലവാക്കുക എന്നുള്ളൊരു മട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരവരുടെ കല്യാണം നടത്തട്ടെ, എന്നിട്ട് പേരൻസ് ഉണ്ടാക്കിയതും ഒക്കെ മുന്നോട്ട് അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ ഒരു ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും കാലവും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, ആ ഒരു സമയം നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് വേണ്ടി ജീവിക്കാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചാൽ ആ സമയം. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള കാലം സന്തോഷമായിട്ട് എവിടെയെങ്കിലൊക്കെ യാത്രകളൊക്കെ പോയി ഒക്കെ നന്നായിട്ട് ജീവിക്കാനായിട്ട് എടുക്കാമല്ലോ. യാത്രകൾ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണാത്തയും കേൾക്കാത്തതായിട്ടുണ്ട്, അവിടെയൊക്കെ പോയിട്ട് വരാം. അതിനുവേണ്ടി നമുക്ക് എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി സമ്പാദിച്ച് വെച്ചേക്കുന്ന എടുക്കുക. കുട്ടികൾ അവരുടെ എന്താ പറയുക, എല്ലാവരും സ്വന്തം പാർട്ട്ണർ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണവും ആ ചിലവും ഒക്കെ അവർ തന്നെ എടുക്കട്ടെ. അപ്പം അവർ മുന്നോട്ടൊരു സെപ്പറേഷൻ ആവുകയാണെങ്കിൽ പോലും ആ വീട്ടുകാരുടെ എന്താ പറയുക ചിലവാക്കിയത് അത് കഷ്ടമായി പോലും ഞങ്ങളുടെ ഇത്രയും കാലത്ത് സമ്പാദ്യമല്ലേ എന്നൊരു ചിന്തയും വരത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇത്ര നാൾ താമസിച്ചു, അല്ലെങ്കിൽ ഇത്രയും നാൾ എന്താ പറയുക, ഞാൻ നേരത്തേക്ക് വിചാരിക്കുകയായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്ര വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇടുന്നതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓർക്കുക, അത് ഇത്ര വർഷം ഒന്ന് താമസിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ഏറ്റവും നമുക്ക് ഇഷ്ടമില്ലാത്തൊരാളെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് സെപ്പറേറ്റ് ആവാം, വേണ്ടെന്ന് വയ്ക്കാം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിനെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും വേണ്ടെന്ന് വയ്ക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തന്നെ ആ ഒരു കല്യാണം എന്നുള്ള കാര്യത്തിൽ ചിലവുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ബുദ്ധിമുട്ട് നമ്മളാണല്ലോ അറിയേണ്ടത്. പേരൻസ് അറിഞ്ഞു കഴിയുമ്പോഴത്തേനല്ലേ കുറച്ച് കഴിയുമ്പം ഈസി ആയിട്ട് സെപ്പറേഷനിലേക്കിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി, അതായത് കല്യാണം കഴിയുന്ന രണ്ട് വ്യക്തികൾ ആരൊക്കെയാണോ അവർ തന്നെ എടുക്കട്ടെ, ആ ചിലവെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ തന്നെ ജീവിക്കട്ടെ. അതൊക്കെയാണെന്ന് തോന്നുക. അപ്പം വേറെ എന്താ പറയുക, വേറെ ബുദ്ധിമുട്ടുകളൊന്നും പേരൻസിനും ഉണ്ടാകത്തില്ല, ആർക്കും ഉണ്ടാകത്തില്ല. പിന്നെ രണ്ടുപേരും കൂടി ചേർന്ന് ആലോചിച്ചൊക്കെ അത് മുന്നോട്ട് കൊണ്ടുവന്നായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് ഒരു സ്ത്രീധനം എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാർട്ട്ണർ. കാരണം ആ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്ത് എത്രയോ പെൺകുട്ടികൾ ആ ഒരു കാര്യം പോലെ അനുഭവിക്കുന്നുണ്ട്. അത് അത്ര വലിയ മനസ്സുള്ളതുകൊണ്ടാണ് അങ്ങനൊരു കാര്യം ചെയ്തത്. ഒരു സ്ത്രീധനം അല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും എൻ്റെ അടുക്കെ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അപ്പം എന്നാൽ പോലും അത്രയും നല്ല മനസ്സായിട്ട് കൂടി എനിക്ക് എന്താ പറയുക, നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, പാർട്ട്ണർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഫുഡ് കഴിക്കുന്നതും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണല്ലോ ഇപ്പോൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കിയായിരിക്കും. അപ്പം അതിനിടയ്ക്ക് കുറേ നാളെ എന്നെ നോക്കേണ്ടി വന്നു. എൻ്റെ ഫ്രാക്ചറായ സമയത്ത് കൂടുതൽ എന്നെ നോക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വിഷമം ഒരിക്കലും തന്നിട്ടില്ല. അങ്ങനൊരു കാര്യം പറഞ്ഞുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. ഇനിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യട്ടെ. അവർ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത്, അപ്പോൾ എന്താ പറയുക, പേരൻസിന് അവിടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല ആരുടെയും. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, റിയലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, വീടും പറമ്പും ഒക്കെ വിറ്റൊക്കെ കല്യാണം നടത്തുന്നതൊക്കെ. അത്രയും നാളും പേരൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഒരു കല്യാണത്തിൻ്റെ പേരിൽ, എന്നിട്ട് ആ കല്യാണം ചിലപ്പോൾ കുറച്ച് ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് ആയെന്നും വരാം. അതുകൊണ്ട് എന്താ പറയുക, കല്യാണം കഴിക്കുന്നവർ തന്നെ കല്യാണം നടത്തട്ടെ, ഫാമിലി കൂടെ നിൽക്കണം, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ വേണം ആഘോഷിക്കണം, അതോ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യണോ, അതൊക്കെ അവരുടെ തന്നെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക തന്നെ വേണം. മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇത് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് സമയം പോകുന്നു. ഒത്തിരി കണ്ടിരിക്കാനായിട്ടും കേട്ടിരിക്കാനായിട്ടും എല്ലാവർക്കും മടുപ്പായിരിക്കും. അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി പറയാം. ടാറ്റാ.